എത്ര മോക്സ് ചെയ്തിട്ടും മാർക്സ് 50-60 നിൽക്കുന്നത്. എത്രയൊക്കെ നല്ല അതായത് ഈസി ലെവൽ മോക്ക് ചെയ്തെങ്കിലും ആ ഒരു ഈസിനെസ് ആ ഒരു മോക്കിൻ്റെ മാർക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല. മാർക്ക് തീരെ കുറഞ്ഞു പോകുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും മോക്സ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുന്നതല്ലാതെ മാർക്സിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നില്ല. എന്താണ് ഇതിനൊക്കെയുള്ള റീസൺസ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മോക്ക് സ്കോറിനെ ഡൗൺ ആക്കുന്നതിനുള്ള മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് വേണ്ടത് എന്നും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദിസ് ഈസ് എസ്പെഷ്യലി ഫോർ SBI ക്ലർക്ക്. അതായത് SBI ക്ലർക്ക് പ്രിലിംസ് എന്ന് പറയുന്നത് വളരെ അടുത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ടൈമിൽ കുട്ടികൾക്കുള്ള അതായത് ആസ്പിറൻസിനുള്ള ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് മാർക്സ് കിട്ടുന്നില്ല, മോക്ക് എത്ര ചെയ്തിട്ടും കാര്യമാവുന്നില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾ മോക്സ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഡേയിൽ ഒത്തിരി മോക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഒരു 2-3 മോക്സ്, അതായത് ചുമ്മാ രസം തോന്നി അങ്ങ് മോക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് യു ആർ നോട്ട് പ്രോപ്പർലി അനലൈസിങ് ദാറ്റ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് മോക്ക് അറ്റംപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതുപോലെ തന്നെ അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുകയും കൂടെ വേണം. എത്രയൊക്കെ മോക്ക് ചെയ്തിട്ടും, അതായത് ഒരു നമ്പർ ഓഫ് മോക്സ് എടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല. അതായത് ഇപ്പോൾ ചെയ്തു, ഇതിൽ മാർക്ക് കുറഞ്ഞു, ദെൻ അടുത്ത ഒന്നുകൂടെ ചെയ്ത് നോക്കാം, അപ്പോൾ മാർക്ക് ഇമ്പ്രൂവ് ആകും. അങ്ങനെ ചുമ്മാ മോക്സ് ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യണം. ഒരു 1 അവറിൻ്റെ മോക്ക് ചെയ്തിട്ട് ഒരു 45 മിനിറ്റ്സ് എങ്കിലും എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ആ മോക്ക് അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം നോക്കണം റോങ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കണം. റോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കണം. അതെങ്ങനെയാണ് റോങ് ആയത് എന്ന് നോക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ടാണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്, എന്തുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തത്, അത് എന്താണ് റീസൺ, സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ വേണം. ഒന്നെങ്കിൽ അത് സമയം കിട്ടാഞ്ഞിട്ടോ, അതല്ല എങ്കിൽ എനിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല, ആൻസർ ആ സമയത്ത് കിട്ടിയില്ല, അതുകൊണ്ടോ എന്താണ് റീസൺ എന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും, ഇപ്പോൾ ഏത് മോക്ക് പ്ലാറ്റ്ഫോം എടുത്ത് ചെയ്യുകയാണെങ്കിലും ആ ഒരു ടൈം ഡ്യൂറേഷൻ കാണും. നിങ്ങൾ ചെയ്ത ഡ്യൂറേഷനും കാണും, അതുപോലെ തന്നെ ടോപ്പർ അതിനെ എത്ര സമയത്തിനുള്ളിലാണ് അപ്രോച്ച് ചെയ്തതെന്നുള്ള ആ ഒരു ടൈം ഡ്യൂറേഷനും കാണും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളും ടോപ്പറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലായല്ലോ, ഈ 3 കാര്യങ്ങളായിരിക്കണം ആദ്യം നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ മോക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ 3 കാര്യങ്ങളെയും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയുന്ന സെക്കൻഡ് റീസൺ, അതായത് മോക്സ് സെയിം മിസ്റ്റേക്സ് തന്നെ വരുന്നു. അടുത്ത ഒരു സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് എന്താണ്? മാർക്ക് കൂടുന്നില്ല മോക്സിൽ എന്നുള്ളതിനുള്ള സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ അറിയത്തില്ലാത്തതിനെ തൊടാൻ പോലും പറ്റുന്നില്ല. അതാണ് സെക്കൻഡ് റീസൺ. അതായത് ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ ഉള്ള ഒരു 35 ക്വസ്റ്റ്യൻ ഉള്ള ഒരു മോക്കിൽ ഒരു 20 ക്വസ്റ്റ്യൻസ് അടുത്ത സ്പീഡ് മാത്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞ് ബാക്കി വരുന്ന അരിത്തമെറ്റിക് പോർഷൻസ് നിങ്ങൾ നോക്കുന്നില്ല. ഒരു മോക്ക് ചെയ്യുന്നു, നോക്കുന്നില്ല. രണ്ടാമത്തെ മോക്ക് ചെയ്യുന്നു, നോക്കുന്നില്ല. നിങ്ങൾ ആ ഒരു ഏരിയനെ ടച്ച് ചെയ്യുന്നേ ഇല്ല. പിന്നെ മോക്ക് അനലൈസ് ചെയ്യുമ്പോൾ അത് അനലൈസും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങളുടെ ആ ഒരു സെയിം ലൂപ്പിൽ കിടന്ന് നിങ്ങൾ വട്ടം ചുറ്റുകയല്ലാതെ പിന്നെ എങ്ങനെ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും? നമ്മളുടെ തെറ്റിനെ അനലൈസ് ചെയ്ത്, എവിടാണോ തെറ്റ്, ഏത് ക്വസ്റ്റ്യൻ ആണോ എനിക്ക് ചെയ്യാൻ പറ്റാത്തത്, ആ ഒരു ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്തില്ല എങ്കിൽ ഈ ഒരു ലൂപ്പിൽ കിടന്ന്, ഈ വർഷം പ്രിലിംസ് എഴുതി കിട്ടിയില്ല, അടുത്ത വർഷം പ്രിലിംസ് എഴുതി പിന്നെയും കിട്ടിയില്ല, ഈ ഒരു ലൂപ്പിൽ കിടന്ന് വട്ടം ചുറ്റേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു മോക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ, ഒരു പേപ്പറിൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ 5 എണ്ണം അൺഅറ്റംപ്റ്റഡ് ആയിട്ടുണ്ട്. ആ അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് റീസൺ കൊണ്ടാണ് അൺഅറ്റംപ്റ്റഡ് ആയത്? അത് എനിക്ക് കോൺസെപ്റ്റ് അറിയത്തില്ലാഞ്ഞിട്ടാണോ, അതുപോലെ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്യാഞ്ഞത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു എറർ നമ്മൾക്ക്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഈ മാർക്സ് ഇമ്പ്രൂവ് ആവുന്നില്ല എന്നുള്ളത്. വരുന്ന മിസ്റ്റേക്സ് പിന്നെയും അത് മിസ്റ്റേക്സ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, അതൊരിക്കലും റെക്ടിഫൈ ആവുന്നില്ല. അങ്ങനെ റെക്ടിഫൈ ആവാതിരിക്കുമ്പോൾ എങ്ങനെ മാർക്സ് ഇമ്പ്രൂവ് ആവാനാണ്? അതാണ് സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, മാർക്സ് ഇമ്പ്രൂവ് ആവാതിരിക്കുന്നത്. അതായത് നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ കോൺസെപ്റ്റിന് ക്ലാരിറ്റി വരുത്തുന്നില്ല. ഇപ്പോൾ ഒരു റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, അതുപോലെ തന്നെ ക്വാൺസിൻ്റെ കേസാണ് പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ
ബോട്ട് ആൻഡ് സ്ട്രീം ഇതിൽ നിന്നൊക്കെ ഷുവറായിട്ട് 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഈ 1 മാർക്കല്ലേ ഉള്ളൂ എന്നോർത്ത് മിക്കവരും എന്ത് ചെയ്യും, ആ ഒരു ഏരിയാനെ ഫുൾ അങ്ങ് സ്കിപ്പ് ചെയ്യും. ആ ഒരു ഏരിയാനെ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മാർക്സ് കൂടാനുള്ള ഫാക്ടറുകളൊന്നുമില്ല. കാരണം ആ അത്രയും ഭാഗം ഒരു ക്വസ്റ്റ്യനേ വരത്തുള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും അങ്ങനെ ഒരു 5 ഏരിയാസ് സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 മാർക്സാണ് അവിടെ നഷ്ടമാവുന്നത്. പ്രിലിംസിൽ നമുക്ക് 5 മാർക്സ് എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം അറിയാമല്ലോ, കട്ട് ഓഫ് ഹൈ ആയിരിക്കും. ലാസ്റ്റ് ഇയറിനേക്കാൾ ഇത്തവണ കട്ട് ഓഫ് ഹൈ ആവാനുള്ള ചാൻസസും ഉണ്ട്. കാരണം വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണോ അറിയത്തില്ലാത്ത ഏരിയ, ആ ഏരിയയുടെ വീഡിയോ ക്ലാസ്സസ് തന്നെ കാണുക. വീഡിയോ ക്ലാസ്സസ് കണ്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക. അഥവാ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കോൺസെപ്റ്റാണ് കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നോട് മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ആസ് എ ഫ്രണ്ട് നിങ്ങൾക്ക് എന്നോട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊക്കെ എടുത്തിടുക എന്നുള്ളത് എനിക്കും സമയപരിധിയുണ്ട്. നിങ്ങൾക്കറിയാം, ഞാനൊരു ആസ്പിരൻ്റ് ആണ്. എനിക്കും പല പല റെസ്പോൺസിബിലിറ്റീസിനിടയിലാണ് ഞാൻ പഠിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഓരോന്നും ചോദിക്കുമ്പോൾ വീഡിയോ ആയിട്ട് എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് ചെയ്യാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്നെങ്കിൽ മെയിലായിട്ടോ അതല്ല എങ്കിൽ കമൻറ്റ് ബോക്സിലായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതല്ല എങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മല്ലു ബാങ്കർ എന്ന് പറയുന്നൊരു എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. അതിലാണെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. ദെൻ തേർഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്? തേർഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മോക്കിനെ വളരെ ലൈറ്റായിട്ട് കാണുന്നത്. അതായത് മോക്ക് എന്ന് പറയുന്നത് ഒരു റിയൽ എക്സാം എന്നുള്ള ഒരു അപ്രോച്ചിൽ കാണാതിരിക്കുന്നതാണ് തേർഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ മോക്ക് നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു ശാന്തമായിട്ടുള്ള സ്പേസിലിരുന്ന് നമ്മളുടെ കംഫർട്ട് സോണിലിരുന്ന് ചെയ്യുന്നൊരു കാര്യമാണ് മോക്കെന്ന് പറയുന്നത്. ആ ഒരു എക്സാം ഫിയറോട് കൂടി അല്ലാണ്ടിരുന്ന് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞ് ആ ഒരു ആങ്സൈറ്റി, ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു പേടി, ഒരു പാനിക് അറ്റാക്ക് ഇതൊക്കെ വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന മോക്ക് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു മോക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു 1 അവർ എന്ന് പറയുന്നത് ആ മോക്കിന് വേണ്ടി മാത്രം കൊടുക്കണം. അതായത് അതിനിടയ്ക്ക് അതൊന്ന് പോസ് ചെയ്തിട്ട് വേറെ പരിപാടിക്ക് പോയിട്ട് വരാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആൻസർ അറിയത്തില്ല, എന്നാൽ പോയി നോക്കിയിട്ട് ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ സിനോണിംസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, പോയി ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് വന്ന് ഒന്ന് ചെയ്യാം. അങ്ങനെയൊക്കെ പലരും എന്ത് ചെയ്യും, മോക്കിനെ ലൈറ്റായിട്ട് കാണും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു 1 അവർ എന്ന് പറയുന്നത് യാതൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ആ ഒരു കറക്റ്റ് സ്പേസിലിരുന്ന് കറക്റ്റ് ഒരു എന്താണ് കണക്ഷൻ, ഐ മീൻ മൊബൈൽ ഡാറ്റ കണക്ഷനുമായിട്ടിരുന്ന് ഒരു ഇൻട്രപ്ഷൻസും ഇല്ലാതെ എന്ത് ചെയ്യണം, മോക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ആ ഒരു എക്സാം ഫിയറോട് കൂടി തന്നെ, ആ ഒരു ആങ്സൈറ്റിയോട് കൂടി തന്നെ എങ്ങനെ ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്നു ആ ഒരു പ്രഷർ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മോക്കും അറ്റംപ്റ്റ് ചെയ്യണം. അതായത് നമുക്ക് എന്താണ് ഇപ്പോൾ ഗൈഡ്ലി പോലുള്ള പ്ലാറ്റ്ഫോംസിൽ അവർ സ്ക്രോളിങ് അനുവദിച്ചിട്ടില്ല. അതല്ലാണ്ട് വേറെ പ്ലാറ്റ്ഫോംസിലൊക്കെ മേ ബി സ്ക്രോളിങ് ലോക്ക് അല്ലായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, മൗസ് പോയിൻ്റർ സാധാ എക്സാമിന് യൂസ് ചെയ്യുന്ന രീതിയിലല്ലാതെ ചിലപ്പോൾ സ്ക്രോൾ ചെയ്ത് യൂസ് ചെയ്യും. അതൊക്കെ നമ്മളുടെ എന്താണ് ആ ഒരു ടൈമിൽ ഈസിനെസ് വരുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ എക്സാം ഹോളിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മൾക്ക് പ്രഷറായിട്ടും ആങ്സൈറ്റി ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള ഇങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഓരോ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് എക്സാം ഹോളിൽ പ്രഷറായിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് മോക്ക് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു എക്സാമിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു പ്രഷറോട് കൂടി തന്നെ ഇരുന്ന് മോക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന അതായത് അത്രയും ഡെഡിക്കേഷനോട് കൂടി വേണം ഓരോ മോക്കും ചെയ്യാൻ. ജസ്റ്റ് ഒരു എന്താണ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്നൊരു 2 മോക്സ് ചെയ്യണമല്ലോ ഡെയിലി അതുകൊണ്ടൊരു മോക്ക് ചെയ്തേക്കാം, അങ്ങനല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കറക്റ്റ് ഫോക്കസോട് കൂടി തന്നെ ചെയ്യുക. ഇത്രയുമൊക്കെ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് മോക്ക് അനാലിസിസും അതുപോലെ തന്നെ വീക്ക് ഇട്ടുള്ള ഏരിയാസിനെ അത് അനലൈസ് ചെയ്തും ഒക്കെ പഠിച്ച് കഴിയുമ്പോൾ, അതായത് അതുപോലെ ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മോക്സിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ മോക്ക് ചെയ്ത് അതുപോലെ തന്നെ ടൈം നോക്കി ആ ഒരു സ്പീഡോട് കൂടി തന്നെ, അതായത് ആ ഒരു എന്താണ് സ്പീഡ് മാത്സിനൊക്കെ ആണെങ്കിലും ഒരു 10 to 15 സെക്കൻഡ്സ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ സ്പീഡിൽ കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു സ്പീഡ് നിങ്ങളുടെ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. ആദ്യം ആക്യുറസി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് സ്പീഡിനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും മാക്സിമം നമ്പർ ഓഫ് നെഗറ്റീവ്സ് ഒഴിവാക്കുക. നെഗറ്റീവ്സ് ചെയ്യുമ്പോഴാണ് കൂടുതലും മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും താഴോട്ട് പോകുന്നത്. അപ്പോൾ നെഗറ്റീവ്സ് ഇല്ലാണ്ട് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മോക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.